വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇനി ഈ വരുന്ന ഒരാഴ്ചയെ കഷ്ടാനുവാഴ്ച എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കഷ്ടാനുവാഴ്ചകളിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകരും പല വിധത്തിലായ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഉദാഹരണത്തിന് ചിലർ വലിയൊരു കുരിശൊക്കെ തോളിലേറ്റി മലയാറ്റൂർ മല കയറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലകളിലേക്കൊക്കെ പോയിക്കൊണ്ട് കഷ്ടം അനുഭവിക്കുകയാണ്. ഇതൊക്കെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പല കർമ്മങ്ങളും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും സ്വർഗരാജ്യത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ അത് ശരിയല്ല എന്ന് അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പഠിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് പള്ളിയിലെ അച്ഛന്മാർ. എന്നാൽ പള്ളിയിലെ അച്ഛന്മാർ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ള സത്യം ഗ്രഹിക്കായികയാൽ അവരുടെ ആ പള്ളിയിലെ അച്ഛൻ എന്നുള്ള പദവിയെ നിലനിർത്തുവാൻ വേണ്ടിക്കൊണ്ട് അവർ തെറ്റായി സഞ്ചരിക്കുന്ന ജനത്തെ അല്ലെങ്കിൽ അർത്ഥശൂന്യമായി ചെയ്യുന്നതായ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പള്ളിയിലച്ഛന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു മനുഷ്യനും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെ അറിയുമ്പോൾ മാത്രമേ അവൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അവന് സ്വതന്ത്രനാവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വേദപുസ്തകത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുവാനും അത് ജനത്തെ പഠിപ്പിക്കുവാനും പള്ളിയിലെ അച്ഛന്മാർക്ക് സാധിക്കാത്തത് കൊണ്ടും മനഃപൂർവ്വം അത് ചെയ്യാത്തത് കൊണ്ടും ആ ക്രിസ്തു മതവിഭാഗത്തിലുള്ള അനേകർ ആവശ്യമില്ലാതെ കഷ്ടമനുഭവിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രക്ഷ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു പുരോഹിതനാണെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനാണെങ്കിൽ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇവിടെ എബ്രായ ലേഖനം 7-ാം അധ്യായം 8-ാം അധ്യായം 10-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ യേശുക്രിസ്തു മാനവരാശിക്ക് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ യേശുക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തി എന്താണ്, യേശുക്രിസ്തു അവർക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷ, അല്ലെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ മനുഷ്യന് വേണ്ടി ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്തായിരുന്നു എന്നുള്ള കാര്യം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനത്തിൽ 2 തരം പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പള്ളിയിലച്ഛൻ എന്ന് പറയുന്നത് പുരോഹിതനല്ലെങ്കിലും അവരെ പുരോഹിതന്മാരാണെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 തരം പുരോഹിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഓരോ തരം പുരോഹിതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാരെ ദൈവം നിയമിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ദൈവത്തെ മനുഷ്യരിലേക്ക് കൊണ്ടുവരുവാനും മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുവാനും വേണ്ടി മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുവാനും വഴിപാടും യാഗങ്ങളും അർപ്പിക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. ആ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന കാലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗം വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പുരോഹിത ശുശ്രൂഷകൾ യേശുക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരം അവസാനിച്ചു എന്നുള്ള ആ സത്യം അറിയായികയാലാണ് ഇന്നും അനേകരും പുരോഹിതന്മാരായി ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്ത് തുടർന്ന് പോരുന്നത്. മറ്റൊരു പുരോഹിതൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പുരോഹിതനാണ്. യേശുക്രിസ്തുവിനെ ദൈവം പുരോഹിതനാക്കിയിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ ദൈവം പുരോഹിതനാക്കിയപ്പോൾ ചെയ്ത ഒരു പ്രത്യേക കാര്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു, ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. അപ്പോൾ യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത്, ദൈവം യേശുക്രിസ്തുവിനെ പുരോഹിതനാക്കിയിരിക്കുന്നത് ശപഥം ചെയ്തുകൊണ്ടാണ്, സത്യം ചെയ്തുകൊണ്ടാണ്. മറ്റെല്ലാ പുരോഹിതന്മാരും യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് മുമ്പുണ്ടായിരുന്ന യാഗം അർപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വഴിപാട് അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരെല്ലാം ദൈവം സത്യം ചെയ്ത ആണയിട്ട് നിയമിച്ച പുരോഹിതന്മാരല്ല. എന്നാൽ യേശുക്രിസ്തു എന്ന പുരോഹിതൻ
ദൈവം ആണയിട്ടുറപ്പിച്ച പുരോഹിതനാണ്. എന്തുകൊണ്ടാണ് ദൈവം യേശുവിനെ ആണയിട്ടുറപ്പിച്ചതെന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ ഈ വീഡിയോയിലൊന്നും സമയമില്ല. എന്നാൽ ഞാനിങ്ങനെ പറയാം. യേശുക്രിസ്തു മറ്റു പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ പുരോഹിതന്മാരല്ല, അതായത് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് മുമ്പുണ്ടായിരുന്ന പുരോഹിതന്മാരെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദൈവം മുമ്പാകെ പുരോഹിതനല്ലാതെ മറ്റു വസ്തുക്കളെയോ മറ്റു ജീവികളെയോ യാഗം അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന പുരോഹിതൻ മറ്റ് ജീവികളെയോ മറ്റു വസ്തുക്കളെയോ യാഗം അർപ്പിക്കുകയല്ല ചെയ്ത് യേശു തൻ്റെ സ്വന്തം ശരീരം യാഗമായി അർപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തു സ്വന്തം ശരീരത്തെ യാഗമായി അർപ്പിച്ചുകൊണ്ട് അവൻ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുകയും ദൈവത്തെ മനുഷ്യരിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 7:23 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരു പുരോഹിതനും നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല, സ്ഥിരമായി നിലനിൽക്കാൻ കഴിയത്തില്ല. അതിന് കാരണം എല്ലാ പുരോഹിതന്മാരും മരിച്ചു പോകുമെന്നുള്ളതാണ്. എല്ലാ പുരോഹിതന്മാരും മരിക്കുന്നത് കൊണ്ട് മരണനിമിത്തം പുരോഹിതന്മാർക്ക് താൽക്കാലികമായി ശുശ്രൂഷ ചെയ്യാനേ കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ആകുന്ന പുരോഹിതൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായതുകൊണ്ട് അവൻ ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അല്ലെങ്കിൽ യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് മാറ്റമില്ല എന്ന് പറഞ്ഞ് ദൈവം ശപഥം ആണയിട്ടവനെ പുരോഹിതനാക്കിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന് മരണമില്ലായ്ക കൊണ്ട് അവൻ എന്നേക്കും പുരോഹിതനാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ പുരോഹിതന്മാരും യേശുക്രിസ്തു അല്ലാതുള്ള മറ്റെല്ലാ പുരോഹിതന്മാരും ശുശ്രൂഷ ചെയ്യുന്നത് ഭൂമിയിലുള്ള പള്ളികളിലുമാണ്. എന്നാൽ യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ഭൂമിയിലല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എല്ലാ പുരോഹിതന്മാരും ഞായറാഴ്ച ദിവസം പള്ളിയിൽ ചെല്ലുകയും ആ പള്ളിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. അദ്ദേഹം നിന്നുകൊണ്ടാണ്, പള്ളിയിലെ അച്ഛന്മാരെല്ലാം നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതിൻ്റെ കാരണം അവർക്ക് ഇരിക്കുവാൻ അവരുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ശുശ്രൂഷ തികച്ച് സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. അങ്ങനെ ആ വലത്തുഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തു ആകുന്ന പുരോഹിതൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 24 വായിക്കുന്നത്, ഇവൻ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. അവൻ്റെ പൗരോഹിത്യത്തിന് മാറ്റമില്ല. അപ്പം മാറ്റമില്ലാത്ത ഒരു പുരോഹിതൻ നമുക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. ആ പുരോഹിതനെ കുറിച്ച് 25-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഈ വചനം പറയുന്നത് ഈ മാറാത്ത പൗരോഹിത്യമുള്ള ഈ പുരോഹിതനായ യേശുക്രിസ്തു, മരണമില്ലാത്ത പുരോഹിതനായ യേശുക്രിസ്തു, അവൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്ന പുരോഹിതനാണ് യേശുക്രിസ്തു. വേറെ ഒരു പുരോഹിതനും ഒരു മനുഷ്യനെയും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പം മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ആ പുരോഹിതൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞായറാഴ്ച ദിവസം മാത്രമല്ല ഇരിക്കുന്നത്, അവൻ എല്ലാ ദിവസവും പുരോഹിതനായി പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടും 24 മണിക്കൂറും പക്ഷപാതം ചെയ്യുന്ന പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പള്ളികളിൽ നിന്നല്ല ശുശ്രൂഷ ചെയ്യുന്നത്, അവൻ
സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് അവൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചു. അവൻ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് പള്ളിയിൽ അച്ഛന്മാർ ഇപ്പോഴും നിൽക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യങ്ങളിൽ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ടും നിൽക്കുന്നു. ഇതാണ് സാധാരണ പുരോഹിതന്മാർ, മരണമുള്ള, നിലനിൽപ്പാൻ കഴിയാത്ത മനുഷ്യ നിയോഗത്താൽ ഉണ്ടായ പുരോഹിതന്മാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാവങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ അവസാനിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരിപ്പോഴും നിൽക്കുകയാണ്. പക്ഷെ ആ ശുശ്രൂഷകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോൾ ഈ പുരോഹിതന്മാർ, പള്ളിയിലച്ഛന്മാർ കഴിക്കുന്ന യാഗങ്ങൾക്ക്, വഴിപാടുകൾക്ക്, കർമ്മങ്ങൾക്ക് ഒന്നും ഒരു മനുഷ്യനെ സൽഗുണപൂർത്തിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധ്യമല്ല എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം പറയുകയാണ്. എന്നാൽ അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഏകയാഗത്താൽ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിതന്മാരായ പള്ളിയിലച്ഛന്മാർക്ക് ഒരു മനുഷ്യനെയും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയത്തില്ല എന്ന് 10-1 നമ്മൾ വായിക്കുമ്പോൾ, 7-25 നമ്മൾ വായിക്കുന്നത് ഒരു മനുഷ്യനെയും പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിയില്ല എന്നാണ്. ഒരു മനുഷ്യനെയും പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവില്ലാത്ത പുരോഹിതനും ഒരു മനുഷ്യനും പൂർണ്ണമായി സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്തതുമായ ഈ പള്ളിയിൽ അച്ഛന്മാർ യേശുക്രിസ്തു എന്ന പുരോഹിതൻ്റെ ഏകയാഗത്താൽ മനുഷ്യനെ എന്നേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ജനത്തെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ വിശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരം യാഗമായി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട്, ആ യാഗം ദൈവം അംഗീകരിച്ചുകൊണ്ട്, ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട്, ആണയിട്ടുകൊണ്ട് ഇവൻ എന്നേക്കും പുരോഹിതനെന്ന് ദൈവം ശപഥം ചെയ്ത് എന്നേക്കുമായി വാഴിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എന്നേക്കുമായി നിയോഗിച്ചിരിക്കുന്ന പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ യാഗം കൊണ്ടാണ് മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ യാഗമാണ് മനുഷ്യനെ സൽഗുണപൂർത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നവരെയാണ് പൂർണ്ണമായി രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് പള്ളിയിലെ അച്ഛന്മാരുടെ അടുക്കൽ പോയി കുമ്പസാരിച്ചും, പള്ളിയിൽ അച്ഛന്മാരുടെ അടുക്കൽ പോയി കുർബാന കൊണ്ടും, പള്ളിയിൽ അച്ഛന്മാരുടെ അടുക്കൽ പോയി മധ്യസ്ഥത അപേക്ഷിച്ചും, പള്ളിയിൽ അച്ഛന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചും, പള്ളിയിൽ അച്ഛന്മാർ പറയുന്ന കാര്യങ്ങൾ ചെയ്തും, പള്ളിയെ നിർദ്ദേശിക്കുന്ന വഴിപാടുകൾ അർപ്പിച്ചും, എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, യാതൊരു പ്രയോജനവുമില്ലാത്ത അർത്ഥശൂന്യമായ ആചാരങ്ങളാണിതെല്ലാം. ഈ കഷ്ടാനുവാഴ്ചയിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്തെ യാഗമായി അർപ്പിച്ചുകൊണ്ട് മനുഷ്യനെ എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. എന്നേക്കുമായി അവന് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ വേറെ ആർ മുഖാന്തരമായിട്ടാണെങ്കിലും ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു പള്ളിയിൽ അച്ഛനും ഇന്ന് ഈ ലോകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്,
താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. എല്ലാ പുരോഹിതന്മാരും 7-10 ഏറെയായാൽ 80 മാത്രം. 80 വയസ്സിനുള്ളിൽ പുരോഹിതന്മാരെല്ലാം മരിച്ചു പോകുന്നത് കൊണ്ട് ഒരു പുരോഹിതനും മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിന് മരണമില്ലാത്തത് കൊണ്ട് അവൻ ദൈവത്താൽ ആണയിട്ട് നിയമിക്കപ്പെട്ട പുരോഹിതനായതുകൊണ്ട് അവൻ മറ്റുള്ള വസ്തുക്കളെ അല്ലാതെ സ്വന്തം ശരീരത്തെ യാഗമായി അർപ്പിച്ചതുകൊണ്ട് ആ യാഗത്താൽ ഏതൊരു മനുഷ്യനും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി മനുഷ്യനെ സൽഗുണപൂർത്തി വരുത്തുവാനായിട്ട് ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല, ഒരു കർമ്മത്തിൻ്റെ ആവശ്യമില്ല, ഒരു വഴിപാടിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ്റെ സൽഗുണപൂർത്തിക്ക് വേണ്ടിയിട്ട് അവൻ മല കയറേണ്ട ആവശ്യമില്ല, കുരിശ് ചുമക്കേണ്ട ആവശ്യമില്ല, പള്ളിമുറ്റത്ത് ഉരുളേണ്ട ആവശ്യമില്ല, നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കേണ്ട ആവശ്യമില്ല, പള്ളിയിൽ പണ്ണാരത്തിൽ പണമിടേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രിയ സൗരസൗരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ നിങ്ങൾ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങളെ പഠിപ്പിക്കാതിരിക്കുന്ന പള്ളിയിൽ അച്ഛന്മാർ അവരുടെ നിലനിൽപ്പിനെയും പള്ളിയുടെ നിലനിൽപ്പിനെയും വരുമാനത്തെയും അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ നിലനിൽപ്പിനെയും നോക്കിക്കൊണ്ടാണ് സത്യത്തിനെതിരായി അവർ തിരിയുകയും ക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുകയും ചെയ്യുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പൊന്ന സൗരസൗരന്മാർ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത യാഗം മുഖാന്തരം നമുക്ക് ലഭിച്ച നന്മകൾ, അത് നമ്മൾ അത്ര വലിയ അനുഗ്രഹം, എത്രയോ നല്ല അനുഗ്രഹങ്ങൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ സൗജന്യമായി ക്രിസ്തു യേശുവിൻ്റെ യാഗം മുഖാന്തരം നമുക്ക് ലഭിക്കുകയും നാം സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്ന മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും യേശുക്രിസ്തു മുഖാന്തരവും ദൈവത്തോടടുക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ സകല മനുഷ്യരെയും എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുകയും ഏതൊരു മനുഷ്യനെയും സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്നെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, വേദപുസ്തകം നൽകുന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് പള്ളിയിൽ അച്ഛന്മാരുടെ നിർദ്ദേശവും പള്ളിയുടെ നിർദ്ദേശവും അനുസരിച്ചുള്ള കഷ്ടാനുവാഴ്ചകളിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കഷ്ടമനുഭവിച്ച് വിശുദ്ധീകരിക്കപ്പെടാം, രക്ഷിക്കപ്പെടാം, രക്ഷപ്പെടാം, സ്വർഗത്തിൽ പോകാമെന്നുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം, 8-ാം അധ്യായം, 10-ാം അധ്യായം ഒക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ പള്ളിയിൽ അച്ഛന്മാർക്ക് ഇന്ന് ശുശ്രൂഷയില്ലെന്നും അച്ഛന്മാരെന്ന് പറയുന്ന ഒരു വകുപ്പിൻ്റെ ആവശ്യം ഇന്നില്ല എന്നും ഉള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങളെ നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നു മാത്രമല്ല, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ക്രിസ്തു മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അതിൻ്റെ പള്ളിയുടെ ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രനാക്കുവാൻ കഴിയും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഈ സത്യത്തെ നാം അംഗീകരിക്കുന്നു എങ്കിൽ. അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, പള്ളിയിലെ അച്ഛന്മാർ നിങ്ങളെ അവർ സത്യം അറിയായക കൊണ്ട് സത്യം നിങ്ങളെ പഠിപ്പിക്കുവാനോ സത്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനോ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പൗരോഹിത്യ ബന്ധനത്തിൽ നിന്നും മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുമെല്ലാം നമ്മളെ സ്വതന്ത്രരാക്കുന്ന സത്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ നാം എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ള സത്യം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നമുക്ക് സ്വതന്ത്രരാവാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്ന സൗരന്മാരെ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന പള്ളിയിൽ അച്ഛനാണെങ്കിൽ, പ്രിയ അച്ഛ, എനിക്ക് താങ്കളോട് പറയുവാനുള്ളത്, ഈ വേദപുസ്തകത്തിലെ സത്യത്തിനെതിരായി കണ്ണടച്ചുകൊണ്ട് കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുരുടനായിരിക്കാതെ സത്യം ഗ്രഹിച്ചുകൊണ്ട് ജനത്തെ സത്യത്തിൻ്റെ പാതയിൽ നടത്തുവാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച്
പള്ളിയിൽ അച്ഛൻ എന്ന ശുശ്രൂഷ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കുവാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.